25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലേക്കും വികസനമെത്തണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ. ഒറ്റപ്പാലം നഗരസഭയിലെ 8 വാർഡുകളിലേക്ക് ഒരു വർഷത്തെ വികസന പദ്ധതികൾ എത്തില്ല എന്ന വിഷയത്തിൽ ഭരണസമിതിയും UDFും ഒരുപോലെ ഉത്തരവാദികളാണെന്ന് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലേക്കും വികസനം എത്തണമെന്നും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനോ തടസ്സപ്പെടുത്താനോ പാടില്ലെന്നും P. വേണുഗോപാൽ വ്യക്തമാക്കി. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു ആരോപണവും അതിൻ്റെ ഒരു വിശദീകരണവും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. രണ്ടു കൂട്ടരും ആദ്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു പാർട്ടിയോട് താല്പര്യമുള്ള ആളുകൾ വോട്ട് ചെയ്തിരിക്കാം. എങ്കിൽ പോലും ആ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും കിട്ടേണ്ടതായുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും പാടില്ല, അത് തടസ്സപ്പെടുത്താനും പാടില്ല. വാർഡ് സഭ നടത്തുക എന്നത് എല്ലാ കൗൺസിലർമാരുടെയും ഉത്തരവാദിത്തമാണെന്നും കൗൺസിലർമാർ നടത്തിയില്ല എങ്കിൽ മുനിസിപ്പൽ ചെയർമാനോട് നേരിട്ട് വിളിക്കാൻ കഴിയുമായിരുന്നിട്ടും ഭരണസമിതി അത് ചെയ്തില്ല എന്നും ജനക്ഷേമം ആഗ്രഹിക്കുന്ന ഭരണപക്ഷമായിരുന്നുവെങ്കിൽ വാർഡ് സഭ വിളിക്കുമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം നിരന്തരമായി വാർഡ് സഭകൾ നടത്താതെ അവിടുത്തെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഭരണപക്ഷമായിരുന്നെങ്കിൽ അവർ ആ ഭരണപക്ഷത്തിന് നേരിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സന് നേരിട്ട് അവിടെ ശരിക്കും പറയുന്നത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലൊന്നും ഭരണപ്രതിപക്ഷം ഇല്ല എന്നാണ് പറയുമെങ്കിൽ പോലും ഭരിക്കുന്ന ചെയർപേഴ്സന് നേരിട്ട് ഗ്രാമസഭകൾ വാർഡ് സഭകൾ വിളിക്കാമെന്നിരിക്കെ അത് വിളിക്കാനുള്ള ശ്രമവും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 3 മുന്നണികളും ഒരുമിച്ച് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എല്ലാ വാർഡുകളിലേക്കും വികസനം എത്തിക്കാൻ ഭരണപക്ഷം തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. 3 മുന്നണികളുണ്ട് അവിടെ. LDF ഉണ്ട്, UDF ഉണ്ട്, NDA BJP ഉണ്ട്. ഈ 3 കക്ഷികളും ഒറ്റക്കെട്ടായി ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം.